ഞാൻ മുമ്പൊരു വീഡിയോ പറഞ്ഞിരിക്കുന്ന കാളിയാർ പുഴയ്ക്ക് കുറുകെയുള്ള ഒരു കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് ആയവന എന്ന് പറയുന്ന സ്ഥലത്ത് കെട്ടിയേക്കുന്ന ഒരു ചപ്പാത്താണ് ഈ കാണുന്നത്. ഇത് വളരെ മനോഹരമായ ഒരു ഇതാട്ടോ. മുകളിൽ ഇങ്ങനെ നിരന്ന് ഒഴുകുന്നു. ഇത് ആ ചപ്പാത്തിൻ്റെ കെട്ടിൻ്റെ അവിടെ നിന്ന് താഴത്തോട്ട് ഇങ്ങനെ പതഞ്ഞൊഴുകുന്നു. ഇവിടെയൊക്കെ കുറേ കല്ലുകളുണ്ട്, അതിൽ തട്ടിത്തടഞ്ഞ് പതഞ്ഞൊഴുകുന്നു. ഇതിൻ്റെ താഴെയാണ് ഈ കുറ്റിക്കുഴി എന്ന് പറയുന്ന ഭാഗം. ഉണ്ടോ, ഇങ്ങനെ വളഞ്ഞ് ഒഴുകി അങ്ങനെ വരുന്നു. പക്ഷേ ഈ വെള്ളം കുറച്ചുണ്ടെങ്കിൽ തോന്നും ഇവിടെ ഭയങ്കര ഫോഴ്സാട്ടോ. ഈ ഫോഴ്സിൽ വരുമ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് വെള്ളമാണെങ്കിൽ തന്നെ നമ്മൾ തെന്നി ഈ താഴത്തോട്ട് പോകും. ഉണ്ടോ, ഇങ്ങനെ ഇവിടെ ഉണ്ട്, അങ്ങനെ പതഞ്ഞൊഴുകുന്ന ഇവിടെ ചെറിയ ചെറിയ കല്ലുകളുണ്ട്. ആ കല്ലുകളിൽ തട്ടിയാണ് പതഞ്ഞൊഴുകുന്നത്. ഈ താഴെ കാണുന്ന ഭാഗമാണ് കുറ്റിക്കുഴി എന്ന് പറയുന്ന സ്ഥലം. ഇവിടെയാണ് ഈ പ്രദേശത്തെ ഏറ്റവും തന്നെ താഴ്ചയുള്ള ഒരു സ്ഥലം വരുന്നത്. അവിടെയാണ്, ആ ഭാഗത്താണ്. ഉണ്ടോ, ഈ സൈഡിൽ കൂടി ഇങ്ങനെ വെള്ളം ഒഴുകി വരുമ്പം ഇങ്ങനെ പതഞ്ഞ് വരുന്നതാണ്. ഇതാണ് ഈ കെട്ടിൻ്റെ അകത്ത് പലകയിട്ടാണ് വേനൽക്കും വർഷകാലങ്ങളിലും ഇവിടുത്തെ ജലനിരപ്പ് ക്രമീകരിക്കുന്നത്. ഇതുണ്ടോ, ഇത് അതിൻ്റെ മുകളിലൂടെ ഒഴുകി വരുന്ന ഭാഗമാണ് ഈ കാണുന്നത്. മുകളിലൂടെ താഴത്തോട്ട് ഇങ്ങനെ വരുന്നു. ഇവിടെയൊക്കെ പണ്ട് കാലത്ത് ഈ കെട്ട് പണിത സമയത്ത് ഇവിടെ നിന്നൊക്കെ നിറച്ച് മീനൊക്കെ ലഭിക്കുന്ന സ്ഥലമാണ്. ഇത് മുകളിൽ നിന്ന് ഷൂട്ട് ചെയ്തേക്കുന്നത്, നിരന്ന് താഴത്തോട്ട് ഒഴുകുന്ന ഈ ഭാഗങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒഴുക്കില്ലെന്ന് തോന്നിയാലും പക്ഷേ ഈ താഴെ പോലെ തന്നെ ഈ മോൾ ഭാഗത്തും ഒഴുക്കുണ്ട്. അത് കാരണം കൊണ്ട് ഒരു കാരണവശാലും നീന്തൽ അറിയാൻ പാടില്ലാത്ത ആളുകൾ മഴക്കാലത്ത് ഇവിടെ വരാനോ നീന്തൽ അറിയാവുന്നവർ കൂടെ ഇല്ലാതെ ഇവിടെ ഇറങ്ങാനോ പാടുള്ളതല്ല. ഈ താഴെ ഭാഗത്ത് വേനൽക്കൊക്കെ കളിച്ചു വരുന്ന പിള്ളേർ പലരും മരണപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്, ഈ ഭാഗം. പിന്നെ എനിക്ക് ഈ പുഴയോടുള്ള ബന്ധം എന്ന് പറയുന്നത്, ഞാനൊരു 4 വയസ്സ് തൊട്ട് 5 വയസ്സ് തൊട്ട് ഞാനിവിടെ കുളിക്കാൻ വരികയും ഇവിടെ നീന്തൽ പഠിക്കുകയോ ഒക്കെ ചെയ്ത കാരണം കൊണ്ട് ഈ പുഴയുമായിട്ടും ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും എനിക്ക് ശരിക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് കാണാൻ വേണ്ടി ഷൂട്ട് ചെയ്തതും പിന്നെ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് പോലെ ഞാൻ ഒരു ഇത് തന്നതും അത് കാരണം കൊണ്ടാണ്.